ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് 2019, 2024 രണ്ട് ഇലക്ഷനിലും അമേരിക്ക എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇന്ത്യക്കുള്ളിൽ ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ള വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. ഇതിപ്പം ഇന്ത്യൻ മീഡിയാസിലൊക്കെ ഇത് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇനി 2 ദിവസം കഴിയുമ്പം ഇതൊക്കെ നല്ല രീതിയിൽ ഇന്ത്യക്കുള്ളിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളാണ്. ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത് എൻ്റെ സ്വന്തം ധാരണകളോ അഭിപ്രായങ്ങളോ ഒന്നുമല്ല, ഇത് അമേരിക്കയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അപ്പൊ അതിന്റെ ഫാക്ട് ഷീറ്റ് എല്ലാം നമ്മൾ ആഡ് ചെയ്താണ് ഈ വിഷയങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആരും ഒഫൻഡഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി വാർത്ത പറയുന്ന ആളുമല്ല. പക്ഷേ ഫാക്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യയിലെ ഇലക്ഷനെ അട്ടിമറിക്കാൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നിട്ടുണ്ട്, 100% നടന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, US എയ്ഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100-ലധികം രാജ്യങ്ങൾക്ക് ഈ ഒരു US എയ്ഡിന്റെ ഫണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പം നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിനെ നിർത്തിവെച്ചുകൊണ്ടുള്ള മാസ് ഉത്തരവിനാണ് ട്രംപ് ഓർഡർ ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റഡിങ് ആക്ച്വലി. പിന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, ഒരിടയ്ക്ക് വാട്സപ്പിൽ നിന്നും 5 മെസ്സേജേ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു മെസ്സേജ് ഫോർവേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 പേരെ സെലക്ട് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റും. അങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് വാട്സപ്പ്. ഇത് വാട്സപ്പ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം വാട്സപ്പ് വളരെ നല്ല രീതിയിൽ കുറെ ആൾക്കാർക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് മെസ്സേജ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മീഡിയമാണല്ലോ വാട്സപ്പ്. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ മെസ്സേജ് കൈമാറുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതെന്തുകൊണ്ടാണ് 5 പേരിലേക്കായിട്ട് ലിമിറ്റ് ചെയ്തത്? വൺ ടൈം നിങ്ങൾ ഒരു ഇമേജോ എന്തെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 പേർക്കാണ്, 5 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒറ്റ ടൈമിൽ ഫോർവേഡ് ചെയ്യാം. ഇങ്ങനെ ഒരു മെസ്സേജ് ഫോർവേഡിങ്ങിന് ഒരു ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പുറയിലൊക്കെ ഇവരുടെ കളികൾ ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. എല്ലാവർക്കും അറിയാം, ഇന്ത്യ അമേരിക്ക ഗുഡ് റിലേഷൻഷിപ്പാണ്. ഇപ്പൊ ഇതൊക്കെ ഈ പിന്നാമ്പുറത്ത് നടക്കുന്ന ഈ വക അജണ്ടകളെല്ലാം ഡീപ് സ്റ്റേറ്റിൽ, ഇതൊക്കെ ഈ ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള ആൾക്കാർ, ബ്യൂറോക്രസി, അതായത് ഈ ബ്യൂറോക്രസി എന്ന് പറയാൻ അറിയാലോ, പൊളിറ്റീഷ്യൻസിന്റെ നെക്സ്റ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഭരണകർത്താക്കൾ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ പവറുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു ബ്യൂറോക്രാറ്റ്സ്. ഈ ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് മാറിയാൽ തന്നെയും, ഇപ്പോൾ ഒരു ഡെമോക്രാറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒബാമ 8 വർഷം ഒബാമ, ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട ഒബാമ അമേരിക്ക ഭരിച്ചിരുന്നു. അതിനുശേഷം ഒരു 4 വർഷത്തേക്കാണ് ട്രംപ് അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ 8 വർഷം എന്ന് പറയുന്നത് നീണ്ട ഒരു കാലയളവാണ്. ആ ഒരു നീണ്ട കാലയളവിൽ അവിടെ FBI-യിലായിക്കോട്ടെ, അതേപോലെ CIA-യിലായിക്കോട്ടെ, അവിടെ എല്ലാം ഈ ഒരു ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ ഈ ഭരണകൂടത്തിന് തീർച്ചയായിട്ടും എന്തെങ്കിലും മോട്ടിവേഷൻസ്, പൈസ മോട്ടിക്കാനുള്ള മോട്ടിവേഷൻസും അടിച്ചു മാറ്റാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊത്ത ആൾക്കാരായിരിക്കും അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഒരു തവണ ഒരു ബ്യൂറോക്രാറ്റ്, എന്നെ ലീഡ് ചെയ്യുന്ന എന്റെ പൊളിറ്റീഷ്യൻ, ഞാൻ ആരുടെ കീഴിലാണോ വർക്ക് ചെയ്യുന്നത് ആ ലീഡർ തന്നെ കറപ്റ്റഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്യൂറോക്രാറ്റ് അങ്ങ് കൈയിട്ട് അങ്ങ് വാരിക്കോളും. തലവൻ തന്നെ കൈയിട്ട് വാരലാണ്. അപ്പൊ പിന്നെ ഇപ്പൊ താഴെ ഇരിക്കുന്ന ആൾ വാരിയാൽ തന്നെയും പറയാൻ പറ്റില്ലല്ലോ. ഈ ഗവൺമെന്റിന്റെ ഉള്ളിലിരിക്കുന്ന പൈസ എങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിൽ വരുത്തേണ്ടത് എന്നുള്ള ചിന്താഗതി വരുമ്പോഴത്തേക്കും അതിനുള്ള മാർഗങ്ങൾ, അതിനുള്ള ബില്ലുകൾ, അതിനുള്ള പദ്ധതികൾ ഇതൊക്കെ പ്രഖ്യാപിക്കപ്പെടും. അപ്പൊ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും US എയ്ഡിൽ നിന്ന് വരുന്ന ഫണ്ട്, ഇപ്പൊ US എയ്ഡിന് അറിയത്തില്ല US എയ്ഡ് ഒരു കറപ്ഷനാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ ഒരു CIA ഉൾപ്പെടെയുള്ള ഈ ബ്യൂറോക്രാറ്റുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ പൈസ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, ഈ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, ഏത് സംഘടനയ്ക്കാണ് പോകുന്നത്, അവരിത് എന്താണ് ചെയ്യാൻ പോകുന്നത് വരെ ഈ CIA എന്ന് പറഞ്ഞ ഇന്റലിജൻസ് യൂണിറ്റിനും FBI-ക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളാണ് ഒബാമയുടെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതിനുശേഷം 4 വർഷമാണ് ട്രംപിന് കിട്ടിയത്. ട്രംപിന് വളരെ എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു USA എയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല. പിന്നെ അതിലുപരിയായിട്ട് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ നിരന്തരം ഈ CIA ഉൾപ്പെടെയുള്ള FBI ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരും ട്രംപിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ട്രംപിന്റെ ഒരു നയത്തിനെതിരെ നിരന്തരം കേസുകൾ കൊടുക്കുക, അയാളെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള അൺസർട്ടനിറ്റി ട്രംപിന്റെ ആദ്യത്തെ 4 വർഷം ഉണ്ടായിരുന്നുള്ളതാണ്. അയാളുടെ നയങ്ങൾക്കെതിരെ നിലപാടുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നിരുപാധികം അയാളുടെ നയങ്ങളൊക്കെ അയാൾ വളരെ ശക്തിപൂർവ്വം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു സൈഡിൽ ഇരുന്നാലും ഈ US എയ്ഡ് എന്ന് പറയുന്നതൊക്കെ ഇന്റലിജൻസിന്റെ കോൺഫിഡൻഷ്യൽ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആയിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഡീക്ലാസിഫൈഡ് ചെയ്യാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഉത്തരവിട്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. ഇതിനു മുമ്പ് ഇയാൾ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും നടന്നില്ല, പരാജയപ്പെട്ടിരുന്നു. പക്ഷെ അത് ഇപ്പൊ പരാജയപ്പെടുന്നില്ല. കാരണം ഇപ്പം ഒരു പൂർണ്ണ ആധിപത്യത്തോടു കൂടി ഒരു വിജയം നേടി ഭയങ്കര പവർഫുൾ ആയിട്ട് ഒരു പൊസിഷനായിട്ടാണ് ട്രംപ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇലോൺ മസ്ക് പോലത്തെ അമേരിക്കൻ സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെടുന്ന കുറെ ആൾക്കാരുടെ കൂട്ടായ്മ അതിന്റെ ഉള്ളിലുണ്ട് ഇപ്പൊ ട്രംപിന്റെ കൂടെ. അതൊക്കെ കൊണ്ട് തന്നെ ഡെമോക്രാറ്റുകൾക്ക് കൂടുതൽ അങ്ങ് ട്രംപിനെ വരിഞ്ഞു കെട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് കോടതിയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡോസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ചെറിയൊരു കൺട്രോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഡെമോക്രാറ്റുകളെല്ലാം തന്നെ തകർന്നടിഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഇന്ത്യക്കെതിരെ മാത്രമല്ല, ഗ്ലോബലി പല രാജ്യങ്ങൾക്കും എതിരെ ചെയ്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ് ആണ്. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്റലിജൻസ്, അതേപോലെ FBI പോലത്തെ ഇതുപോലത്തെ ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഡീപ് സ്റ്റേറ്റിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഒരു രാജ്യത്തിനെതിരെ ഒരു പദ്ധതി ഒന്നും ഇടത്തില്ല. ആ രീതിയിലാണ്. പിന്നെ ഈ ഭരണത്തിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നെ ഈ ഡീപ് സ്റ്റേറ്റിനെ വെച്ചിട്ട് അവർ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കും. കാരണം ഇവരുടെ കള്ളത്തരങ്ങൾ എങ്ങാനും പൊളിഞ്ഞ് വെളിയിൽ വന്നാലോ,
ആ ബ്യൂറോക്രറ്റ് ഇയാളെ കൈ കാണിച്ചു കൊടുത്താൽ പിന്നെ ഇയാൾ പോയി അഴിയണണ്ടേ. അപ്പൊ അതുകൊണ്ട് ഒരു ബന്ധം എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലത്തെ ബന്ധങ്ങളാണ് ഈ ബറാക് ഒബാമ പോലത്തെ ആൾക്കാർക്കൊക്കെ ഉള്ളത്, ഈ ഒരു ബ്യൂറോക്രാറ്റ്സുമായിട്ടൊക്കെ. ഇലോൺ മസ്ക് ഇന്നലെ വൈറ്റ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ ഒരു ഡോഡ്ജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിനെ കുറിച്ച് ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് ഒരു ബ്രീഫ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, അവരുടെ ഫ്രണ്ടിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പൊ അതിൽ വളരെ ഈ ഒരു ബ്യൂറോക്രാറ്റുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും ഇലോൺ മസ്ക് സംസാരിക്കുകയുണ്ടായി. അതിനകത്ത് പല ഉദ്യോഗസ്ഥരും അവരുടെ വരവിൽ കവിഞ്ഞുള്ള സ്വത്ത് സമ്പാദിച്ചതായിട്ടുള്ള രേഖകളൊക്കെ പുറത്തു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് 30 ബില്യൺ ഒക്കെ സമ്പാദിച്ച ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ രീതിയിൽ റിസൈൻ ചെയ്ത് റണ്ണവേ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അതായത് അവരുടെ കാലാവധി തീർന്നില്ല, അതായത് അവരുടെ റിട്ടയർമെന്റ് ഏജ് വരെ അവർ വർക്ക് ചെയ്യാതെ VRS എടുത്ത് പോയ ആൾക്കാരൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരെയൊക്കെ ഇനി ഇൻവെസ്റ്റിഗേഷനിൽ ഉൾപ്പെടുത്തും. അപ്പൊ കോർട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഗണ്ണിക്കും. അതിനുള്ള ഡേറ്റ പ്രൂഫ് എല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അതിനൊക്കെ അറ്റോർണീസൊക്കെ വെച്ചിട്ടുണ്ട്. അവർ അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പൊ കോടതിയൊക്കെ ഒരു പരിധി വരെ ഇപ്പം ഒരു കറപ്ഷനാണ്, ഒരു ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ട്രംപ് ഒരു സുപ്രധാന എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ എഫ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. ഇത് കഴിഞ്ഞ തവണയും പുള്ളി പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊന്നുമല്ല, ഈ ഗവൺമെന്റ് എംപ്ലോയീസ് 1,00,000-ൽ പരം എംപ്ലോയീസിനെ മോണിറ്റർ ചെയ്തിട്ട് അതിൽ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാർ, ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ച ആൾക്കാർ, ഈ ഗവൺമെന്റിൽ നിന്ന് തന്നെ ഗവൺമെന്റ് നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാർ, ഇവരെ എല്ലാം കൂടെ കെട്ടിപ്പറക്കി തൂത്തുവാരി കളഞ്ഞിട്ട് പുതിയ ഹയറിംഗ് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ് ഇന്നലെ പാസ്സാക്കിയത്. അതുപോലെ അത് കൂടാതെ തന്നെ സ്റ്റീലിന്റെ താരിഫ് ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒരു ഡേഞ്ചറസ് വിഷയം തന്നെയാണ്, ഇല്ലാന്നില്ല. ട്രംപിന്റെ നിലപാട് ഇങ്ങനെയാണ്. പിന്നെ ട്രംപ് ഈ ഒരു ഷെഡ്യൂൾ എഫ് എന്ന് പറഞ്ഞ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒക്കെ പാസ്സാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ട്രംപിന്റെ എനിമീസ്, അതായത് ഈ ഒരു ട്രംപ് ഭരണകൂടത്തിന്റെ എനിമീസ് ഉള്ളത് അമേരിക്കയുടെ ഉള്ളിൽ തന്നെയാണെന്ന് ശക്തമായി വിശ്വസിക്കുന്ന ആളില് നമ്പർ 1 ആണ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വക എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒക്കെ പാസ്സാക്കേണ്ടി വരുന്നത്. ഇത് കൂടാതെ എയ്ഡ് വർക്കേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു USA എയ്ഡ് നിർത്തിയല്ലോ, USA എയ്ഡ് മാത്രമല്ല അവിടെ നിർത്തിയത് കേട്ടോ, US എയ്ഡിൽ ഉപരിയായിട്ട് വേറെയും ഫണ്ടുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ US എയ്ഡ് എന്ന് പറഞ്ഞത് ഈ ഒരു കറപ്ഷനിൽ ബന്ധപ്പെട്ട് ആൾക്കാർ പൈസ മോട്ടിക്കാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് US എയ്ഡ് കുറച്ച് പോപ്പുലർ ആയിട്ട് അറിയാൻ കഴിയുന്നത്. US എയ്ഡ് മാത്രമല്ല, അതിലുപരിയായിട്ട് NED എന്ന് പറഞ്ഞാല് നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആ ഫണ്ടും കൂടെ നിരോധിച്ചിട്ടുണ്ട്, നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി. ഇത് പല രാജ്യങ്ങളിലും ഡെമോക്രസി നഷ്ടപ്പെടുന്നു, ഡെമോക്രാറ്റിക് വാല്യൂ നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് ഡെമോക്രസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കുറച്ച് ഫണ്ട് ചെയ്യും. അതൊക്കെ ഇതുപോലത്തെ സംഘടനകളിൽ ഇരുന്നാണ്. ഇന്ത്യയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കേജ്രിവാളിന്റെ അറസ്റ്റിനോട് കൂടി ഡെമോക്രസി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ ഡെമോക്രസി നഷ്ടപ്പെട്ടു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഡെമോക്രസി മേഖലയിലുള്ള ഫണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ജെനിഫർ ലാർസൺ എന്ന് പറഞ്ഞ ഡിപ്ലോമാറ്റ്, ഹൈദരാബാദ് US കോൺസുലേറ്റ് ജനറലിലുള്ള ആ ലേഡിയെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഈ ഒരു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ന്യൂസ് എന്തിനാണ് ഇന്ത്യക്കുള്ളിൽ പ്രൊപ്പഗൻഡയായിട്ട് പുറപ്പെടുവിക്കപ്പെടുന്നത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അയാളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുപരിയായിട്ട് ഡെമോക്രസി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ആവും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപകരിക്കും. എന്തിന്? അമേരിക്കയിൽ നിന്നും ഈ ഒരു നെഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽ നിന്ന് പൈസ മേടിക്കാൻ, നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി. അപ്പൊ ഈ ഒരു സംഘടനയിൽ നിന്ന് പൈസ കിട്ടും. അപ്പൊ അതിനൊത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് ഇലക്ഷനിൽ 2019-ലും 2024-ലൊക്കെ ഈ USA എയ്ഡ് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആധികാരികമായിട്ട് വരുന്ന വിവരങ്ങൾ. അപ്പൊ ഇത് US ഫണ്ടിങ് ഫോർ ഇലക്ഷൻ ഗെയിംസ്, അതായത് ഇലക്ഷന്റെ ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് ഫണ്ട് ചെയ്യുന്നത് പറഞ്ഞാൽ, എന്താണ് ഇവരുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവര് കൗണ്ടർ മിസ്ഇൻഫർമേഷൻ പ്രോഗ്രാം, ഇങ്ങനെയാണ് ഇവർ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരുടെ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കൗണ്ടർ മിസ്ഇൻഫർമേഷൻ പ്രോഗ്രാം. ഇങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രോഗ്രാം ഇവർ കണ്ടക്ട് ചെയ്ത്, ഇതാണ് ഇവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് മിസ്ഇൻഫർമേഷനെ, തെറ്റായ വിവരങ്ങൾ, അതായത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെ തടയുക എന്നുള്ള ഒരു ഹെഡ്ലൈനോട് കൂടിയാണ് ഇവർ ഈ ഒരു പ്രോജക്റ്റിന് ഇറങ്ങുന്നത്. പക്ഷേ ഇവർ തന്നെയാണ് തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് ഇവർ ഇന്ത്യക്കുള്ളിൽ ഉപയോഗിച്ചത് 100-ലധികം NGOക്കളാണ്. അത് 100-ലധികം NGOക്കൾ, ഈവൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ വരെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയ സ്മോൾ ക്രിയേറ്റേഴ്സ്, ചെറിയ വെബ്സൈറ്റ് ക്രിയേറ്റേഴ്സിനെ വരെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫുൾ ആൻഡ് ഫുൾ കൺട്രോൾഡ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്ക് ഫണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് എവിടെ നിന്നാണ്? ഈ ഫണ്ട് വന്നത് US എയ്ഡിൽ നിന്നും ഇതേപോലെ നെഡ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നൊക്കെയാണ് ഫണ്ടുകൾ വന്നുകൊണ്ടിരുന്നത്. ഈ ഒരുപാട് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ, ഒരുപാട് ഫാക്ട് ചെക്കിംഗ് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് പറഞ്ഞത് ആരുമല്ല, മൈക്ക് ബെൻസ്. ഈ മൈക്ക് ബെൻസ് എന്ന് പറഞ്ഞ വ്യക്തി 2020-2021 കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഇൻഫർമേഷൻ ടെക്നോളജി യൂണിറ്റിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഡെസിഗ്നേഷൻ പറഞ്ഞാൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ആയിട്ട് US ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ ഒരു മൈക്ക് ബെൻസ്. പുള്ളിയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അമേരിക്ക വിസിറ്റ് ചെയ്യാനിരിക്കുന്ന മോദിക്ക് നല്ലൊരു മൈലേജ് ആണ് ഉള്ള കാര്യം തുറന്നു പറയാം.
കാര്യം വേറെ ഒന്നുമില്ല, 2019 ഇലക്ഷനിൽ ഇവർ മോദിക്കെതിരെയാണ് ഇവരുടെ അജണ്ട കൊണ്ടുവന്നത്. അതായത് നിലവിൽ നടന്നുകൊണ്ടിരുന്ന ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നാഷണലിസ്റ്റ്, ഇവർ ഏറ്റവും കൂടുതൽ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇവർ വെറുക്കുക എന്നുള്ളതാണ്. അതായത് രാജ്യ താല്പര്യം, ഈ ഒരു പാട്രോട്ടിസം, ഫാർ റൈറ്റ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ വരുന്ന ആൾക്കാരെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡെമോക്രസി ഫണ്ടിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പൊ ഈ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണല്ലോ അവിടെ അമേരിക്കയിൽ നിന്ന് ഈ കളികളൊക്കെ നടത്തിയത്. 2019 ഇവർ ചെയ്ത പരിപാടി ഇതാണ്. 2019 ഒരുപാട് ഫണ്ട് ഇവർ ഇന്ത്യകളിൽ ഒഴുക്കിയിട്ടുണ്ട്. ഈ ഒഴുക്കിയ കാര്യങ്ങൾ ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാക്ട് ചെക്കിംഗ് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർ തന്നെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ആദ്യം പബ്ലിഷ് ചെയ്യും. ഈ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷി ഇപ്പൊ അവരുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പല വാർത്തകളും വെളിയിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ NDA ആണ് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ NDA അവരുടേതായിട്ടുള്ള കുറെ പദ്ധതികളും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. ചില വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു, ഇന്ന ഡെവലപ്മെന്റ് വരും, അന്ന ഡെവലപ്മെന്റ് വരും എന്നൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചു. അപ്പൊ ഇവരെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ തന്നെ ഇതുപോലെ സിമിലാരിറ്റി ഉള്ള കുറെ ഫേക്ക് ന്യൂസുകൾ സൃഷ്ടിച്ച് പുറത്തുവിടും. ഒരു 500 വാർത്ത ട്രസ്റ്റഡ് ആയിട്ട് യഥാർത്ഥത്തിൽ NDAയുടെ ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ ഒരു 5000 വാർത്ത ഫാക്ട് ചെക്കിംഗ് ഈ വെബ്സൈറ്റുകാർ ഇവർ പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിനുള്ളിൽ എന്ത് ചെയ്യും? ഈ ഒരു 500 വാർത്ത ഈ ഒരു 5000 വാർത്തയിൽ മുങ്ങും. അതാണ് നടക്കുന്നത്. അപ്പൊ യഥാർത്ഥ ഫാക്ട് മുങ്ങും. ഇവർ കള്ളത്തരമായിട്ട് പടച്ചുവിട്ട വാർത്തകൾ ജനങ്ങളിലെത്തും. എന്നിട്ട് ഇവർ തന്നെ അതിനെ കൗണ്ടർ ചെയ്യും. ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞ രീതിയിലുള്ള കൗണ്ടർ ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ അപ്പൊ മനസ്സിലാക്കുന്ന എന്താണ്? ജനങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 4500ഓളം വാർത്തകൾ ഫേക്ക് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് സൃഷ്ടിച്ച് പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാകുന്നത്. അപ്പൊ ഇവർ തന്നെ പടച്ചുവിട്ട വാർത്തകൾ ഇവർ തന്നെ ഇവരുടെ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ് വെച്ച് കൗണ്ടർ ചെയ്യുന്നു. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പ്രധാന പരിപാടി. ഇത് എങ്ങനെയാണ് ഇവർ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വരുന്ന വാർത്തകളെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്ത് ഇവർ തന്നെ കൗണ്ടർ ചെയ്ത് ഇവർ തന്നെ അതിനെ ഫേക്ക് ആയിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാനല്ല പറയുന്നത്, ഇത് മൈക്ക് ബെൻസ് എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് പറയുന്നത്. അയാളുടെ വെബ്സൈറ്റിൽ അയാൾ തന്നെ പത്രത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനും അയാൾ തന്നെ ഡയറക്റ്റായിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അയാളുടെ വോയിസ് റെക്കോർഡ് വരെ ഓൺലൈനിൽ കിടപ്പുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മൈക്ക് ബെൻസ് 2020 മുതൽ 2021 വരെ ഈ ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് അയാളെ ജോലി ഉപേക്ഷിച്ചു. ആ ജോലി ഉപേക്ഷിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് അത്ര ദഹിച്ചില്ല. അതുകൊണ്ടാണ് പുള്ളി അയാൾക്ക് താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ കിടന്ന് എഴയുന്ന ഈ ഒരു സർക്കാരിൽ പണിയെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം അയാൾ രാജിവെച്ചു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അയാൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്ഥാപിച്ചു. FFO എന്നാണ് ആ ഒരു സ്ഥാപനത്തിന്റെ പേര്. ഫൗണ്ടേഷൻ ഫോർ ഫ്രീഡം ഓൺലൈൻ എന്നാണ് ആ ഒരു ഫൗണ്ടേഷന്റെ പേര്. ഫൗണ്ടേഷൻ ഫോർ ഫ്രീഡം ഓൺലൈൻ നടത്തുന്ന സംരംഭം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു IT വിദഗ്ധനായതുകൊണ്ട് തന്നെ പുള്ളി ഒരു ഓൺലൈൻ സെൻസർ, അതായത് ഓൺലൈനിൽ വരുന്ന കാര്യങ്ങളെ സെൻസർ ചെയ്യാനും, അതായത് ഇപ്പം ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് അഡൽട്ട് ആണോ നിങ്ങൾ ചോദിക്കും, 18 വയസ്സിന് മുകളിലാണോ 18 വയസ്സിന് താഴെയാണോ, ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ UA സർട്ടിഫിക്കേഷൻ, നമ്മളൊരു മൂവിയാണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ സെൻസർഷിപ്പ് നമുക്ക് കാണാൻ കഴിയും, U ആണോ A ആണോ എന്നുള്ളതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ വെബ്സൈറ്റുകൾക്ക് നമുക്ക് വിസിബിൾ അല്ല കാര്യങ്ങൾ. വെബ്സൈറ്റിൽ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന വെബ്സൈറ്റ് ആണ്, ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം ഇതുവരെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില നിയന്ത്രണങ്ങൾ മാത്രമാണ്. അതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു അഡൽട്ട് ആണോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക, അതേപോലെ നിങ്ങളുടെ ഡേറ്റാസ് വെരിഫൈ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുക്കീസ് ആക്ടിവിറ്റീസ് ഒക്കെ ചോദിക്കുക, ഇതേപോലെ പെർമിഷൻസ് ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെയൊക്കെ ഈ ഒരു വൻകിട വെബ്സൈറ്റുകളെയൊക്കെ മോണിറ്റർ ചെയ്ത് അവർ നടത്തുന്ന ഈ ഒരു ഡേറ്റ കവർച്ച അതിനെയൊക്കെ മോണിറ്റർ ചെയ്ത് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇയാൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഫോർ ഫ്രീഡം ഓൺലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം മൈക്ക് ബെൻസിന്റെ. നിങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് തന്നെ തട്ടി നോക്കി വായിച്ചു നോക്കാന്നേ ഉള്ളൂ. ഒരു ഡിജിറ്റൽ സെൻസർഷിപ്പ്, അതാണ് സംഭവം. പുള്ളി അതാണ്. എന്നിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ വിക്കിലീക്സ് പോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പൊ അതുപോലെ ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിഷയമാണ് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഇലക്ഷനിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടു എന്നുള്ള വാർത്ത. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സേഫ്റ്റി, അതാണ് പുള്ളി ലക്ഷ്യമിടുന്നത്. ഒരു ഡിജിറ്റലി സേഫ്റ്റി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണം. അതായത് ഇന്റർനെറ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ഫ്യൂച്ചറിസ്റ്റിക് തോട്ട് പ്രോസസ്സോട് കൂടി പുള്ളി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ഒരു FFO എന്ന് പറയുന്നത്. 2019 US എയ്ഡിൽ നിന്നും പൈസ മുടക്കിയിട്ട് ഈ ഒരു ഡീപ് സ്റ്റേറ്റ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ മോദിയുടെ ഇമേജിനെ ഡൗൺഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് അതായിരുന്നു അജണ്ട എന്നുള്ളത്. അതായത് ഇവർ തന്നെ മോദിയെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഒരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻസ് കൊടുക്കും. അപ്പൊ അത് ഇവർ തന്നെ വീണ്ടും ഫാക്ട് ചെക്ക് നടത്തിയിട്ട് ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞുള്ള ടാഗ് ലൈനോട് കൂടി സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. പറഞ്ഞിട്ട് ഫേക്ക് എന്ന് പറഞ്ഞ ടാഗ് അടിച്ചിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. മെറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിനെ ഫോഴ്സ് ചെയ്ത് ഈ വാട്സപ്പിന്റെ ഷെയറിംഗ് അത് കൺട്രോൾ ചെയ്യണം, ലിമിറ്റ് ചെയ്യണം. കാര്യം ഞങ്ങൾ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വാട്സപ്പിൽ ഇങ്ങനെ 10, 15, 20 ആൾക്കാർക്ക് ഒറ്റ ടൈമിൽ ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഇവർ പബ്ലിഷ് ചെയ്ത് വിടുമല്ലോ കുറച്ച് ന്യൂസ്. ആ ന്യൂസ് ഈ സെൻട്രൽ ഗവൺമെന്റിനെ
സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസ് ആയിരിക്കും. കാരണം ഇത് ഇവർ തന്നെ ഫേക്ക് നോട്ടിഫിക്കേഷൻ അടിച്ച് പുറത്തുവിടാനുള്ള വാർത്തയാണ് ഇപ്പൊ ഇവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫേക്ക് നോട്ടിഫിക്കേഷൻ അടിക്കാനുള്ള ഈ ഒരു വാർത്ത ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഗുണം ചെയ്ത് കളയും. അതായത് ഓവറായിട്ട് സ്പ്രെഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെ ലിമിറ്റ് ചെയ്യാനാണ് ഇവർ ഈ ഒരു വാട്സപ്പിൽ 5 എന്ന് പറഞ്ഞൊരു നമ്പർ കൊണ്ടുവന്നത്. 5 ടൈംസ് സെലക്ട് ചെയ്ത് അയക്കാനുള്ള ഒരു ഇത് കൊണ്ടുവന്നത്. കാരണം അത്രമാത്രം ഡിലേ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, നമ്മൾ എന്ത് കാണണം, നമ്മൾ ഓൺലൈനിൽ എന്ത് വായിക്കണം, നമ്മൾ എന്താണ് ഫേക്ക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഓൾറെഡി മുൻകൂട്ടി ഇവർ തീരുമാനിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇന്ന് NDA ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് 2019 2024 NDA ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് NDAക്ക് സംഭവിച്ചു. ഇനിയിപ്പോ ഇത് കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ USA നേരെ മറിച്ചിട്ട് വേറെ ആൾക്കാരാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇതേ പരിപാടി ചെയ്യില്ല എന്നുള്ള എന്താണ് ഉറപ്പ്? അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പാർട്ടി ബേസിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഇന്ത്യക്കിട്ട് ചെയ്ത ഒരു ഉപദ്രവമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ ഫാക്ട് ചെക്ക്, സെൻഡ് ഇറ്റ് ടു ദ പീപ്പിൾ, അതാണ് സംഭവം. പിന്നെ ഇതിനകത്ത് അയാൾ പറയുന്ന 2 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു മിഷൻ പരാജയപ്പെട്ടു, പക്ഷെ ബംഗ്ലാദേശിൽ ഈ വിഷയം സക്സസ്ഫുൾ ആയി എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനക്കെതിരെ ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള വാർത്തകളാണ് ആ ജനങ്ങളുടെ മുന്നിൽ അടിച്ചിറക്കിയത്. ഇതേപോലെ സംഗതികൾ ഷെയ്ഖ് ഹസീനയെ കുറിച്ചുള്ള കുറെ പ്രൊപ്പഗൻഡ ഇങ്ങനെ വാർത്തകൾ അടിച്ചിറക്കി അതിനെ ഫേക്ക് ആണെന്ന് ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ജനങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കി ഷെയ്ഖ് ഹസീനയെ കുറിച്ച് ഒരു ബാഡ് ഇംപ്രഷൻ ആ ജനങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇവര് വളരെയധികം കഷ്ടപ്പെട്ട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ മിഷൻ സക്സസ് ആണെന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇതിന്റെ പുറകിൽ ഒരു സംഘടന ഉണ്ടാവുമല്ലോ. ഈ സംഘടന ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഈ അറ്റ്ലാന്റിക് കൗൺസിലാണ് ഇതിന്റെ പുറകിലുള്ള പ്രധാന കക്ഷി. ഈ അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന് പറഞ്ഞാൽ കൗൺസിൽ അല്ല, കൗൺസിലുള്ള ചില പ്രധാന വ്യക്തികൾ, അവരാണ് ഈ ഒരു സ്വാർത്ഥ താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. അറ്റ്ലാന്റിക് കൗൺസിൽ ഓർത്തു വെച്ചോ. ഈ അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന് പറയുന്നത് USA ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ലാസ്റ്റ് ആന്റണി ബ്ലിങ്കൻ പോയി സംസാരിച്ചത്. അവിടെ സംസാരിച്ചപ്പം പാലസ്തീനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ഇസ്രായേലിനെ കുറിച്ച് താഴ്ത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി ചെരിപ്പൂരി കാണിച്ചതായിട്ടുള്ള വാർത്തയും കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഒരു പാലസ്തീനി. ഈ അറ്റ്ലാന്റിക് കൗൺസിലിൽ ഒരു സ്പെഷ്യൽ വിങ് ഉണ്ട്, ഗ്ലോബൽ എൻഗേജ്മെന്റ് സെന്റർ എന്നാണ് വിളിക്കുന്നത്. ഗ്ലോബൽ എൻഗേജ്മെന്റ് സെന്റർ. ഈ ഗ്ലോബൽ എൻഗേജ്മെന്റ് സെന്ററിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ പുഷ് ഫോർ ഗ്രേറ്റ് കണ്ടന്റ് മോഡറേഷൻ ഇൻ സോഷ്യൽ മീഡിയ. പുഷ് ഫോർ ഗ്രേറ്റ് കണ്ടന്റ് മോഡറേഷൻ ഇൻ സോഷ്യൽ മീഡിയ. ഇതാണ് അവരുടെ ദൗത്യം. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാത്രം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇതേപോലത്തെ ഫാക്ട് ചെക്കിംഗ് നടത്താനും. ഇതിൽ 2019 2024 ഇവർ ഏറ്റെടുത്തിരുന്ന ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് വിസിബിലിറ്റി ഓഫ് പ്രോ മോദി കണ്ടന്റ്. എവിടെയെങ്കിലും ഓൺലൈനിൽ പ്രോ മോദി കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അതിനെ ഫേക്ക് ആണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഒരു 5000 6000 ഇതുപോലത്തെ ന്യൂസുകൾ ഫേക്ക് ആയിട്ട് അടിച്ചിറക്കി വിടുക. അപ്പോഴത്തേക്കും ഒരു ആക്ച്വൽ ന്യൂസ് മുങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ഇവർ പടച്ചുവിട്ട ന്യൂസിനെ തന്നെ ഇവർ ഫേക്ക് ആണെന്ന് ഇവർ സർട്ടിഫൈ ചെയ്യും. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.